ഒരിക്കൽ ഒരു ദൃശ്യാവിഷ്കരണം കാണാനായിട്ട് ഇടവന്നു. അതിനകത്ത് ഒരു ഗുരു കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യൻ്റെ കയ്യിലേക്ക് ഒരു നേന്ത്രപ്പഴം വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, കുളി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച് കഴിക്കാം. അവനത് ആ നേന്ത്രപ്പഴം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് വല്ലാതെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒന്ന് ചോദിച്ചു, ഇതാര് തന്നതാണ്? അതിങ്ങനെ ഗുരു തന്നതാണെന്നും ഗുരുവിൻ്റെ കൂടെ കഴിക്കാൻ കുളി കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു നേന്ത്രപ്പഴമാണെന്നൊക്കെയോ പറയുമ്പോൾ ആ വന്ന മനുഷ്യൻ പറഞ്ഞു, നമുക്ക് വെറുതെ ഒന്നത് മണുത്ത് നോക്കാം. അവർ രണ്ടുപേരും കൂടി അത് മണുത്ത് നോക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കഴിക്കണത് ഗുരുവിൻ്റെ കൂടെ കഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് പറഞ്ഞു, നമുക്കൊന്ന് തുറന്ന് നോക്കാം, അതൊന്ന് പൊളിച്ച് നോക്കാം. രണ്ടുപേരും കൂടി അത് പൊളിച്ച് നോക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കഴിക്കണത് ഗുരുവിൻ്റെ കൂടെ കഴിച്ചാൽ മതി. രണ്ടുപേരും കൂടി അത് നോക്കുന്നു. അതിനുശേഷം പറഞ്ഞു, വായിൽ വെച്ചൊന്ന് രുചിച്ച് നോക്കാം, കഴിക്കുന്നത് ഗുരുവിൻ്റെ കൂടെ കഴിച്ചാൽ മതി. അങ്ങനെ അവർ രുചിച്ച് നോക്കുന്നു. പക്ഷെ രുചി കൊണ്ട് അങ്ങോട്ട് കഴിക്കുകയാണ് അവർ. ഈശോയുടെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗവും തരുന്നൊരു സാധ്യത ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ചില പ്രവൃത്തിയിലേക്ക് എത്തുന്ന പാപം മാത്രമല്ല, ഈ ഒരു ചിന്ത, ചില നോട്ടങ്ങൾ, ഇതൊക്കെ പാപം തന്നെയായിട്ട് മാറാണ് പിന്നീട്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളെ ഒന്ന് സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ദിവസം അതിനുവേണ്ട കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ആമേൻ.